ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമുക്ക് അപ്പവും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ അപ്പത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഈ വിളിയിൽ എല്ലാം ഉണ്ട്. അവനറിയാം ഞാൻ വിളിക്കുന്നത് എന്തിനാണ്, സമയം ഒരുപാട് വൈകിയത് കൊണ്ടാണെന്നറിയാം. ബാത്റൂമിൽ കുളിക്കാൻ കയറിയിട്ട് കുറേ നേരമായി, കാണാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സൈറൻ മുഴക്കുന്നത്. നമുക്കിന്ന് അപ്പത്തിന് കടലക്കറിയാണ് കേട്ടോ. കടലക്കറിക്കുള്ള ഉള്ളിയാണ് ഞാൻ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കടലക്കറിയും അപ്പവും ഒക്കെ ആയിട്ട് നമ്മുടെ വിദ്യാർത്ഥി കഴിക്കുകയാണ് കേട്ടോ. ഇന്ന് കുളിയും നനയൊക്കെ കഴിഞ്ഞ് വിളക്കുവെപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇത് അണ്ണൻ്റെ കയ്യിലൊരു ചെറിയൊരു പരിക്ക് പറ്റി. അപ്പം കയ്യിലൊരു ബാൻഡേജ് ഗുണമുള്ളൊരു സാധനം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നു. അതിട്ട് കൊടുക്കണം. വലത്തെ കയ്യിലായതുകൊണ്ട് തന്നെ ഒരാളുടെ സഹായം വേണം. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാം സഹായം ഇല്ലാതെ പറ്റത്തില്ല. എപ്പോഴും എല്ലാ മനുഷ്യർക്കും സ്വന്തം കാലിൽ തന്നെ നിൽക്കാൻ പറ്റില്ല, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എത്രത്തോളം 100% സത്യമായിട്ടുള്ളതാണല്ലേ. എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരാളുടെ സഹായം വേണ്ടി വരും എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ടുള്ള കാര്യം തന്നെയാണല്ലേ. പക്ഷേ ആർക്കും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ഇന്ന് 2 അലോവേര പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജ്യൂസ് അടിക്കാനും ഒന്ന് തലയിൽ തേക്കാനുള്ള പാക്കിനും വേണ്ടിയാണ്. അലോവേരയുടെ ജെല്ല് ഇപ്പോൾ ചൂട് കാലമല്ലേ, അപ്പോൾ നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാമെങ്കിൽ ശരീരത്തിനൊക്കെ നല്ല കുളിർമ കിട്ടും. പിന്നെ ഉച്ചക്കത്തേക്ക് നമുക്കിന്ന് ഉടച്ചുകറിയാണ് കേട്ടോ. മത്തങ്ങയും ചെറുപയറും പിന്നെ ചേമ്പും എല്ലാം കൂടി ഇട്ടിട്ടുള്ളൊരു ഉടച്ചുകറിയാണ്. അപ്പം മത്തങ്ങ എടുത്തപ്പോഴത്തേക്കും അത് ചീത്തയായിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഷ്ണങ്ങളെല്ലാം കുക്കറിനകത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടി പിന്നെ എരിക്ക് വേണ്ടി 3-4 പച്ചമുളകും കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. പിന്നെ നമ്മുടെ ചട്ടി വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, ഉള്ളി മൂപ്പിക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മൾ വെണ്ണ പൂണൊക്കെ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അരപ്പ്, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങൾ നമുക്കിതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും പരുവത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ കുറച്ച് തേങ്ങ കൂടി വറുത്തൊന്ന് ചേർക്കാമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മീനുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ചെങ്കലവ മീൻ. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ഒരു കുഞ്ഞ് മെഴുക്കുരട്ടി വെക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ചെയ്യാൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് മെഴുക്കുവരട്ടിക്കുള്ള തയ്യാറെടുപ്പ്. ഞാനൊരു വെണ്ടയ്ക്കായും വഴുതനങ്ങായും കുറച്ച് ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കാണിച്ചില്ല, സോറി. അപ്പോഴത്തേക്കിനും കറണ്ട് പോയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാഞ്ഞത്. ഒരു ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ വിട്ട്. ഇത് വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചതാണ് കേട്ടോ, മലനടയിൽ നിന്ന് അമ്മ ഫോൺ ചെയ്യുകയാണ്. അമ്മയോട് സംസാരിച്ചുകൊണ്ടാണ് ഞാൻ മെഴുക്കുവരട്ടിക്കുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. ഒന്നാതെ തന്നെ എൻ്റെ വീഡിയോസ് ക്ലാരിറ്റി ഇല്ലെന്നാണോ പറയുന്നത്. അപ്പം ഈ കറണ്ടും കൂടി ഇല്ലാതാകുമ്പോൾ ഒട്ടും കാണാൻ പറ്റുന്നില്ലായിരിക്കും. അങ്ങനെ പിന്നെ അമ്മയോട് സംസാരവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോഴത്തേക്കും നമുക്ക് മെഴുക്കുവരട്ടിക്കുള്ള എല്ലാം അരിഞ്ഞ് തയ്യാറാക്കിയായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടെ വെണ്ടയ്ക്കായൊന്നും അധികം അങ്ങനെ പോകത്തില്ല, എങ്കിലും ഞാൻ എൻ്റേതായ രീതിയിൽ കുറച്ച് നന്നായിട്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കുമ്പം അത് അങ്ങ് പൊക്കോളും കേട്ടോ. ഇത് കണ്ടോ, ഈ സുന്ദരക്കുട്ടനെ കണ്ടോ, ഞാനിങ്ങനെ നമ്മുടെ അടുക്കളയിലേക്ക് ഫുഡ് വേസ്റ്റൊക്കെ വരത്തില്ലേ, അതിട്ട് വെക്കാനായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മുടെ മീഷോയിൽ നിന്നും. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. അപ്പം ഇത് എന്താണെന്നറിയാം ഈ നോക്കിയിരിക്കുന്നത്, എപ്പം ടാങ്ക് നിറഞ്ഞ് വെള്ളം വന്നാലും എവിടെ ആണെങ്കിലും അവൾ ഓടി വരും ഈ വെള്ളം വീഴുന്ന കാണാനായിട്ട്. ദേഹത്ത് വെള്ളം തെറിച്ചാൽ പോലും അവിടെ വന്നിരിക്കും കേട്ടോ. ഈ കൂട്ടിലാക്കി ഇട്ടേക്കുന്ന കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട, ഇവളെ കൂട്ടിലാക്കിയൊന്നുമല്ല ഞങ്ങൾ ഇടുന്നത്. ഇപ്പോൾ അവളെ കൂട്ടിലാക്കിയെന്ന് പറഞ്ഞാൽ അവൾക്ക് വാക്സിനേഷൻ എടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കൂട്ടിലാക്കി കൊണ്ടുപോയതാണ്. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല, അവിടെ ഉള്ളവർക്കൊന്നും ചിലപ്പം ഇഷ്ടമല്ലെങ്കിലോ, അതുകൊണ്ട് ഞാനങ്ങനെ അവിടുത്തെ ഒരു വീഡിയോസും അവളെ ഇഞ്ചക്ഷൻ വെക്കുന്നതും ഒന്നും എടുത്തില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാമെന്ന് കരുതി. ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച ഒരു ചുരിദാർ സെറ്റാണ് കേട്ടോ. അതിനകത്തിൽ റയോണിൻ്റെ തുണിയെന്നാണ് കണ്ടത്, പക്ഷേ വന്നപ്പോൾ റയോണിൻ്റെ തുണിയല്ല കേട്ടോ, ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന സൈസ് തുണിയാണ്. പക്ഷേ കളറും എല്ലാം സെയിം തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ തുണിയുടെ ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്നാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, ഇട്ടൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോഴാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതും നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ട് റിട്ടേൺ ചെയ്യാനും പറ്റത്തില്ല. ഇത് വന്നിട്ട് കുറച്ച് ദിവസമായി കേട്ടോ, അതുകൊണ്ടാണ് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തത്. പിന്നെ ഞാൻ എന്തായാലും ഓർഡർ ചെയ്തില്ലേ, ഇപ്പം നമുക്ക് വാങ്ങിച്ച് നോക്കാം. അപ്പോൾ ഇട്ട് നോക്കാം, സോറി. അപ്പോൾ ഇതേപോലെ ആർക്കും അബദ്ധങ്ങളൊന്നും വരരുത്. സാധനം കിട്ടുമ്പോൾ തന്നെ ഉപയോഗിച്ച് നോക്കുക, ഇല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള സമയം കഴിയും കേട്ടോ. അപ്പം ഇതാണ് ചുരിദാർ വരുന്നത്, ടോപ്പും ഒരു പാൻറ്റുമാണ്. പക്ഷേ
കളറും എല്ലാ സംഭവങ്ങളെല്ലാം സെറ്റാണ്, സൂപ്പറാണ്. ഞാനിത് മീഡിയം സൈസാണ് വാങ്ങിച്ചത്. എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല കേട്ടോ. ഇങ്ങനെ ഇട്ടാൽ മാത്രം മതിയായിരുന്നു. നല്ല കൊള്ളാം. പക്ഷേ ചൂടെടുക്കുന്നെന്നുള്ളൊരു കുഴപ്പമല്ലാതെ മറ്റു കുഴപ്പമൊന്നുമില്ല ഈ തുണിക്ക് കേട്ടോ. ആ ചൂടെടുക്കുന്നെന്നുള്ളതൊരു കുഴപ്പമല്ല. പിന്നെ ഇതിനാണെങ്കിൽ സ്ലിറ്റില്ല, സൈഡ് സ്ലിറ്റില്ല, ഫ്രണ്ടിലൊരു സ്ലിറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ ബട്ടൺസ് ഇങ്ങനെ ഷോ ബട്ടൺസ് വരുന്നുണ്ട്. ആ 2 ഷോ ബട്ടൺസ് കയ്യിൽ 2 സൈഡിലും ഓരോ സൈഡിലായിട്ട് അങ്ങനെ ഉണ്ട്. അപ്പം ഇതാണ് കേട്ടോടാ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ. പിന്നെ നമ്മുടെ മുറ്റത്ത് കൂട്ടിയിട്ടിരുന്ന കുറച്ച് കരിയില കത്തിക്കാമെന്ന് കരുതി. കത്തിക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കാരണം ഇതിനകത്ത് എന്തെങ്കിലും പ്രാണികളോ ജീവികളോ ഒക്കെ ഉണ്ടെങ്കിൽ, ചേരയോ പഴുതാരയോ പാമ്പോ വല്ലതും ഉണ്ടെങ്കിൽ, അങ്ങനെയല്ല, എന്തെങ്കിലും ഇഴയ ജന്തുക്കളുണ്ടെങ്കിൽ അങ്ങ് ഓടിപ്പോട്ടെ എന്ന് കരുതിയാണ് ഞാനതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഇളക്കാതെ തന്നെ നമ്മളിങ്ങനെ തീ ഇടുമ്പം അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രാണികളുണ്ടെങ്കിൽ, ജീവികളുണ്ടെങ്കിൽ അതുങ്ങൾ ചത്തുപോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഇളക്കി ഇട്ടതിന് ശേഷം അതൊന്ന് കത്തിക്കാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ സുന്ദരിമണിയും എൻ്റെ കൂടെ വന്നിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എവിടെ പോയാലും അവൾ എൻ്റെ കൂടെ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ നേരെ സന്ധ്യ ആവുന്നതിന് മുമ്പായിട്ട് തന്നെ അതങ്ങ് കത്തിക്കാമെന്ന് കരുതി. 6 മണിക്ക് ശേഷം നമ്മൾ ചവറുകളൊന്നും കത്തിച്ചൂടാ എന്ന് പറയുന്ന കേൾക്കാം, അറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അപ്പം ഇന്നത്തെ ഒരു വിശേഷം ഇതാണ്. തീയും പുകയും കാറ്റ് പുകയൊക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു വിശേഷം ഞാൻ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. അപ്പം നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ ബൈ പറയാണ്. അപ്പം നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, രേഷ്മ.